ഇന്നലെ ഞാനൊരു ഷോർട്സ് പോലും ഇട്ടില്ല. ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തുമില്ല. അതിനെന്താ കാരണം എന്നറിയോ? ഇന്നലെ എൻ്റെ അനിയച്ചേട്ടൻ്റെ മനസ്സമ്മതായിരുന്നു. നിന്ന് തിരിയാൻ നേരം ഉണ്ടായില്ല. ഈ വയറും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടേ. പക്ഷെ എന്നാലും വന്നിട്ട് ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചു കേട്ടോ. ദോശയ്ക്കാണ് എന്നാലും ഇഡ്ഡലിക്ക്. നമുക്ക് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ക്ഷീണമുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടണം. ഇന്നലെ വിട്ടിട്ടിരുന്നു. നാളെ വിടാൻ പറ്റില്ല. നാളെ അവിടുത്തെ അത്താഴൂടാണ്. ഞായറാഴ്ച കല്യാണമാണ്. വെള്ളിയാഴ്ചയാണ് കേട്ടോ അത്താഴൂണ്. അത് കഴിഞ്ഞിട്ടാണ്, അതായത് മധുരം വെപ്പ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മോട്ടർ ഓണാക്കാൻ മറന്നുപോയി. മോട്ടർ ഓണാക്കിയില്ലെങ്കിൽ സ്വാഹ, വെള്ളം ഇല്ലെങ്കിൽ തീർന്നില്ലേ. പിന്നെ നമ്മുടെ പണി എങ്ങനെ നടക്കും? അതായത് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറികളൊക്കെ അവിടെ ആക്കി എടുക്കുന്നുണ്ട്. നമുക്കിന്ന് സാമ്പാറാണ്. അത് ഞാൻ ചമ്മന്തി ആക്കാമെന്ന് കരുതി. ഇപ്പം ഞങ്ങൾക്ക് വേണ്ട, പരിപ്പിരിപ്പുണ്ടല്ലോ, സാമ്പാറങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സാമ്പാറിന് വേണ്ടി ഞാൻ എന്താ ഇങ്ങനെയാണ് പരിപ്പൊക്കെ വേവിക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ വേപ്പില മാത്രം ഇട്ട് വേവിക്കുക, പിന്നെ കുറച്ച് പൊടികളും കൂടി ഇടും, എന്നിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗത്തിലൊരു മെഴുക്ക് പുരട്ടി ആക്കിയാണ്. മെഴുക്ക് പുരട്ടി ആക്കി അങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിന് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഞാൻ നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ സാമ്പാറും ആക്കി എടുക്കാം. കുറേ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ ഉള്ളി അല്ലാതെ സവാളയും വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗത്തിലൊരു സാമ്പാർ ആക്കിയെടുത്തു. ഇഡ്ഡലിയായി. അപ്പം പിന്നെ ചായ അരിക്കാൻ ജോക്കൂട്ട സഹായിക്കാണ്. രണ്ടുപേരും സ്കൂളിൽ പോകും.